കുറുക്കന്മാരുടെ ഇടയിലേക്ക് കയറി ചെല്ലുന്ന സിംഹം. വനവാസത്തിന് ശേഷം നടത്തിയ 2 ദൂതും പരാജയപ്പെട്ടതിന് ശേഷം യുദ്ധം കൂടിയേ തീരൂ എന്ന പിടിവാശിയിൽ ഉറച്ചു നിൽക്കുന്ന ദുര്യോധനന്റെയും ധൃതരാഷ്ട്രയുടെയും അരികിലേക്ക് പോകുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കുറുക്കന്മാരുടെ ഇടയിലേക്ക് കയറി ചെല്ലുന്ന സിംഹമായിട്ടാണ് വ്യാസഭഗവാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യുധിഷ്ഠിരൻ മുതൽ വിതുരർ വരെ എല്ലാവരും ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകളെ കുറിച്ചൊക്കെ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ശത്രുപാളയത്തിൽ ഏകനായി ദൂതിനു പോയ ശ്രീകൃഷ്ണന്റെ സ്ഥൈര്യവും ധൈര്യവും ഇവിടെ വ്യക്തമാണ്. കുറുക്കന്മാരുടെ ഇടയിലേക്ക് കയറി ചെല്ലുന്ന സിംഹം എന്നത് ശക്തമായ ഒരു ഉപമയാണ്. അത് വെറും ധൈര്യത്തെക്കുറിച്ചല്ല, സ്വഭാവ സത്യത്തെക്കുറിച്ചാണ്. സിംഹം കുറുക്കന്മാരുടെ കൂട്ടത്തിൽ ചെന്നാലും അത് കുറുക്കനാവുന്നില്ല. അതിൻ്റെ നടപ്പ്, നിശബ്ദത, ദൃഷ്ടി എല്ലാം അതിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. അതുപോലെ സത്യത്തിൽ ഉറച്ച ഒരാൾ കള്ളങ്ങളുടെ ഇടയിലും തളരില്ല. ആത്മബോധമുള്ള ഒരാൾ ആശയക്കുഴപ്പത്തിനിടയിലും ശാന്തനായിരിക്കും. ധീരൻ ജനക്കൂട്ടത്തിന്റെ ശബ്ദം അനുസരിക്കില്ല. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്ന സ്ഥിതപ്രജ്ഞൻ ഇതുപോലെയാണ്. പ്രശംസയിലും നിന്ദയിലും ഒരുപോലെ നിൽക്കുന്നവൻ. ഒരു ചെറിയ കഥ പറയാം. ഒരു സിംഹക്കുഞ്ഞ് വഴിതെറ്റി കുറുക്കന്മാരുടെ കൂട്ടത്തിൽ വളർന്നു. അത് കുറുക്കനെ പോലെ കരഞ്ഞു, പേടിച്ചു ജീവിച്ചു. ഒരു ദിവസം ഒരു വൃദ്ധ സിംഹം അതിനെ വെള്ളത്തിനരികിലേക്ക് കൊണ്ടുപോയിട്ട് ചോദിച്ചു, നിന്റെ മുഖം നോക്ക്, നീ ആരാണെന്ന് ഓർത്തു നോക്കൂ. ആ നിമിഷം അതിൻ്റെ ഉള്ളിലെ സിംഹം ഉണർന്നു. നമ്മളും പലപ്പോഴും പരിസ്ഥിതിയുടെ ശബ്ദം കേട്ട് സ്വന്തം മഹത്വം മറക്കും. ആത്മീയത എന്നത് പുതിയൊരാളാവലല്ല, നമ്മൾ ആരാണെന്ന് ഓർമ്മപ്പെടുത്തലാണ്. ഏത് സാഹചര്യത്തിലും സ്വന്തം സത്വം നഷ്ടപ്പെടുത്താതിരിക്കുക. ചില സാഹചര്യങ്ങളിൽ പ്രകടിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ അറ്റ്ലീസ്റ്റ് ക്വയറ്റായിട്ടിരിക്കാനെങ്കിലും ശ്രമിക്കുക. ഒരിക്കലും റോങ് സൈഡ് പോകരുത്. എപ്പോഴും കീപ് റൈറ്റ്.